നയൻസ് ടോക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ബാലചന്ദ്രനിൽ നിന്നും കാര്യങ്ങളെല്ലാം അറിഞ്ഞ ഗംഗാധരൻ വല്ലാത്തൊരു ടെൻഷനിലാണ്. തൻ്റെ സഹോദരി എന്തൊക്കെ പറഞ്ഞിട്ടും ആരൊക്കെ പറഞ്ഞിട്ടും ഒരു അല്പം പോലും വില കൽപ്പിക്കാതെയാണല്ലോ അവളുടെ ജീവിതം മുന്നോട്ട് അവൾ കൊണ്ടുപോകുന്നതെന്നെല്ലാം ആലോചിച്ച് എന്ത് ചെയ്യണം, അവളോട് ഇനി എന്ത് പറയണം എന്നെല്ലാം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഭാര്യയായ മാലതിയോട് അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ എന്താണ് ഇനി അവളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത്? അവൾക്കിപ്പോൾ അറിയാം അവളുടെ സ്വന്തം മകളാണ് അലീന എന്ന്. അതെല്ലാം ക്ഷമിച്ചും സഹിച്ചും അവളെ ഇപ്പോഴും അവൻ്റെ കൂടെ, ബാലചന്ദ്രൻ്റെ കൂടെ വൈജയെ കൊണ്ടുപോകുന്നുമുണ്ട്. ഒരല്പം അകൽച്ച അവൻ കാണിക്കുന്നത് തന്നെ നമ്മളോടെല്ലാവരോടുമുള്ളൊരു വെറുപ്പാണ്. അവൻ്റെ ജീവിതം നമ്മളായിട്ട് തകർക്കാൻ ശ്രമിച്ചു, അല്ലെങ്കിൽ അവൻ്റെ മനസ്സമാധാനം നമ്മളായിട്ട് ഇല്ലാതെയാക്കി, അവൻ്റെ സ്നേഹത്തിന് നമ്മളാരും വില കൽപ്പിച്ചില്ല എന്നെല്ലാമുള്ള ഒരു വിഷമം അവന് എന്തായാലും ഉണ്ടാകും. അതിപ്പോൾ അവൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. പക്ഷേ അവൻ എന്താണെന്ന് പോലും വൈജ ചിന്തിക്കുന്നില്ലല്ലോ എന്നാണ് മാലതി എൻ്റെ വിഷമം. കാരണം ഏതൊരു ഭർത്താവാണ് തൻ്റെ ഭാര്യയ്ക്ക് മുൻ കാമുകനിലുണ്ടായ കുഞ്ഞ് നമ്മളോടൊപ്പം ജീവിക്കുന്നു എന്നറിഞ്ഞിട്ടും സഹിച്ച് മുന്നോട്ട് പോകാനുള്ളൊരു കരുത്തുള്ള ഏതാണിനെയാണ് നമ്മൾ ഇതുവരെയും കണ്ടു പോന്നിട്ടുള്ളത്? ബാലചന്ദ്രൻ ദൈവതുല്യനായൊരു മനുഷ്യൻ തന്നെയായിട്ടാണ് എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ ആൾ കാണിക്കുന്ന ആ വാശി, അത് അവൾ വൈജ ഒന്ന് ഒതുങ്ങി മാറി നിന്നാൽ തീരാവുന്നത് മാത്രമേ ഉള്ളൂ എന്നെല്ലാം കഥകളറിയാത്ത പോലെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മാലതിക്ക് ഇതെല്ലാം കേട്ടിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ഗംഗേട്ടൻ ഇപ്പോൾ ഇതെല്ലാം പറയാൻ എന്താണ് കാരണം? ബാലചന്ദ്രൻ്റെ കോള് വന്നപ്പോൾ തുടങ്ങി ഗംഗേട്ടൻ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഗംഗേട്ട എന്ന് പറയുമ്പോൾ ഗംഗാധരൻ മാലതിയോട് പറയുകയാണ്, നമ്മുടെ വൈജ ഇപ്പോൾ ഒരു വക്കീലിനെ സമീപിച്ചിരിക്കുകയാണ്. വക്കീൽ വേറെ ആരുമില്ല, നമ്മുടെ സുരേന്ദ്രൻ തന്നെയാണ്. അപ്പോൾ അവനോട് ചെന്നിട്ട് വൈജ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ബാലചന്ദ്രൻ പറയുന്നത്. ഇത് കേട്ട് മാലതിക്കും വല്ലാത്തൊരു ഷോക്കാവുകയാണ്. കാരണം എല്ലാവരോടും പറഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇതെല്ലാം? നമ്മുടെ കുടുംബത്തിൽ മാത്രം നടന്നു പോട്ടെ എന്ന് നമ്മൾ വിചാരിക്കുന്ന കാര്യമാണ്. അപ്പോൾ മനുവിന് അലീനയെ ഇഷ്ടമാണെന്ന് ഇവർക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ഇവർ ആലോചിച്ച് വെച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പിന്നീട് കുറച്ച് സമയത്തിന് ശേഷം ഈ പ്രശ്നങ്ങളെല്ലാം ഒതുങ്ങിയതിന് ശേഷം കമലയുടെ സമ്മതം മാത്രമാണല്ലോ വേണ്ടത്. അപ്പോൾ കമലയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി അലീനയെ മനുവിന് വിവാഹം കഴിച്ചു കൊടുത്താൽ ഒരുവിധം പ്രശ്നങ്ങൾ അവിടെ തീർന്നു. കാരണം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു മരുമകളായി അവൾ മാറിക്കഴിഞ്ഞാൽ നമ്മളിൽ ഒരാളായി അവൾ മാറിയല്ലോ. അപ്പോൾ പിന്നെ പുറത്തൊരാളോട് വൈജയ്ക്ക് ഇങ്ങനെ ഉണ്ടായ ഒരു മകളാണെന്നോ, നമ്മളെ കുടുംബ പാരമ്പര്യത്തിന് വീണ്ടും ഒരു കോട്ടം തട്ടുന്ന രീതിയിലൊരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോട്ടെ എന്നെല്ലാമാണ് ഇവർ പറഞ്ഞ് അങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ട് വൈജ ഇങ്ങനൊരു നീക്കം വെച്ചപ്പോൾ അത് വല്ലാത്തൊരു വിഷമം ഗംഗാധരനിലും ഉണ്ടാവുകയാണ്. അപ്പോൾ ഗംഗാധരൻ പറഞ്ഞത് കേട്ടപ്പോൾ മാലതിയും പറയുന്നുണ്ട്, എന്തൊരു പണിയാണ് ഗംഗേട്ട അവൾ ഈ ചെയ്യുന്നത്? അവൾക്ക് എന്താണ് നമ്മളാരും പറഞ്ഞിട്ട് കാര്യങ്ങളുടെ ഗൗരവം അവൾക്ക് മനസ്സിലാവാത്തത്? അവൾ ഒരല്പം ഒതുങ്ങി നിന്നാൽ ബാലചന്ദ്രൻ തന്നെ അവളെ തിരിച്ചു കൊണ്ടുവരുമെന്ന് ഇവിടെ ഇരിക്കുന്ന നമുക്ക് പോലും മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് വൈജയ്ക്ക് അതൊന്നും മനസ്സിലാവാത്തത്? എന്തുകൊണ്ടാണ് നമ്മളാരും പറഞ്ഞിട്ടും അവൾ അതിനൊന്നും ഒരു വില കൽപ്പിക്കാത്തത്? ഇനിയിപ്പോൾ ഗംഗേട്ടൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് എന്ത് കാര്യമുണ്ട്? ഇപ്പോൾ എത്ര വട്ടമായി അവളോട് ചെന്നിട്ട് ഗംഗേട്ടനായാലും രാജീവനായാലും ശിവനായാലും എല്ലാം കാര്യങ്ങൾ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ ഞാനായാലും എത്രയോ വട്ടം അവളോട് ഫോണിലൂടെ സംസാരിച്ചിട്ടുണ്ട്. രാജീവിൻ്റെ വൈഫും കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ എന്നോട് ചോദിച്ചിരുന്നു എന്തായി അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. രാജീവൻ പറഞ്ഞപ്പോൾ അവൾക്കും അറിയാലോ കാര്യങ്ങൾ. അവളിവിടെ വരുന്നില്ല എന്നേ ഉള്ളൂ. അവളും കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നെ വിളിച്ച് ചോദിച്ചിരുന്നു. എന്നാൽ അവൾ വൈജയെ വിളിച്ചൊന്നും ചോദിച്ചില്ല എന്നാണ് പറഞ്ഞത്. പിന്നിപ്പോൾ നമ്മുടെ കുടുംബം മാത്രം അറിഞ്ഞു പോകേണ്ട ഒരു കാര്യം ഇപ്പോൾ പുറത്തുകൂടെ അറിഞ്ഞിരിക്കുന്നു. അതും അച്ഛൻ്റെ സുഹൃത്തല്ലേ സുരേന്ദ്രൻ വക്കീലിൻ്റെ അച്ഛൻ. അപ്പോൾ അവർക്കും നമ്മുടെ കുടുംബത്തിലെ എല്ലാവരെയും അറിയാവുന്നതായിരുന്നു.
അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എന്ത് കാര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഇവർ വളരെ വിഷമത്തിലാണ്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ എന്താണ് ബാലചന്ദ്രൻ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, അത് എനിക്കറിയില്ല മാലതി. എന്നെ വിളിച്ചിട്ട് ബാലചന്ദ്രൻ അവിടെ ബാലചന്ദ്രൻ്റെ വീട്ടിൽ നെടുമ്പുരയ്ക്കൽ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് എത്തണമെന്നും ഞാനും രാജീവനും ശിവനും കൂടെ ഉണ്ടായിരിക്കണമെന്നും മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാലചന്ദ്രൻ ഇനി അവളെ അവിടെ നിർത്താൻ താല്പര്യമില്ല എന്ന് പറയുകയാണെങ്കിൽ അവളിവിടെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോട്ടെ, എനിക്ക് എൻ്റെ കൂടെ പോരാൻ താല്പര്യമുണ്ടെങ്കിൽ അവളെ ഞാൻ കൊണ്ടുപോരും, അതിൽ നിനക്ക് പരിഭവമൊന്നും ഇല്ലായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ മാലതി പറയുന്നുണ്ട്, അതെന്താ അങ്ങനെ പറയുന്നത്, നമ്മളെ കൂടെ തന്നെ ആയിരുന്നല്ലോ അവൾ ഒരുപാട് കാലം, എന്നെ അങ്ങനെ ഒന്നും കാണരുത് കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അങ്ങനെ പറഞ്ഞതല്ല ഞാൻ, എങ്കിലും പറഞ്ഞൂന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ബാലചന്ദ്രൻ്റെ നീക്കം എന്താണെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ മാലതി ചോദിക്കുന്നുണ്ട്, എന്നിട്ടിപ്പോൾ ഗംഗേട്ടൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്, ഗംഗേട്ടൻ അങ്ങോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇന്ന് വൈകുന്നേരം തന്നെ അങ്ങോട്ട് പുറപ്പെടാനുള്ള തീരുമാനത്തിലാണ്, നീ പോരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മാലതി പറയുന്നുണ്ട്, ഇല്ല, ഞാൻ എന്തായാലും പോരുന്നില്ല, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ ഗംഗേട്ടൻ പോയിട്ട് വായോ, ചെന്നിട്ട് എന്നെ വിളിച്ചാൽ മതി, കാര്യങ്ങളൊക്കെ എന്നോട് ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്നൊക്കെ പറയുകയാണ്. മാലതി അപ്പോൾ ഗംഗേട്ടനോട് ചോദിക്കുന്നുണ്ട്, രാജീവനോടും ശിവനോടും എല്ലാം ഇത് വിളിച്ച് പറയണ്ടേ, അങ്ങനെയല്ലേ ബാലചന്ദ്രൻ നിങ്ങളെ പറഞ്ഞ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ പറയുകയാണ്, അതെ, എന്നോട് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ ഞാനിതൊക്കെ അവരെ വിളിച്ച് പറയുമ്പോൾ ഇനി അവരെന്താ പറയുകയെന്ന് എനിക്കറിയില്ല മാലതി എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഗംഗേട്ടൻ രാജീവനെയും ശിവനെയും ഒരുമിച്ച് തന്നെ വിളിക്കുകയാണ്. അപ്പോൾ രണ്ടാളും ഫോണിൽ കണക്റ്റായി എന്ന് മനസ്സിലാക്കി ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളോടൊരു അത്യാവശ്യ കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുമ്പോൾ, എന്താ ഗംഗേട്ട, എന്താ അത്യാവശ്യം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയുന്നുണ്ട്, നെടുമ്പുരയ്ക്കിൽ നിന്ന് എന്നെ ബാലചന്ദ്രൻ വിളിച്ചിരുന്നു, ബാലചന്ദ്രൻ ഒരു പരാതി പറയാൻ തന്നെയാണ് വിളിച്ചത് എന്ന് പറയുമ്പോൾ രാജീവൻ പറയുന്നുണ്ട്, അത് പിന്നെ വിളിച്ചു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പിക്കാമല്ലോ, അങ്ങനെ ഒരേ കാര്യങ്ങളല്ലേ നമ്മളും ചെയ്തു വെച്ചിരിക്കുന്നത്, അപ്പോൾ പിന്നെ നമുക്കും അതിൽ കുറ്റമൊന്നും പറയാൻ പറ്റില്ല, എന്തായിരുന്നു പുതിയ കാര്യം. അപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഗംഗേട്ടൻ വിശദീകരിച്ച് തന്നെ അനിയന്മാരോട് പറയുന്നുണ്ട്. അപ്പോൾ അവർ രാജീവനും വല്ലാത്തൊരു ഷോക്ക് തന്നെ ആവുകയാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ രാജീവൻ പറയുന്നുണ്ട്, ഇവളെ ഇനി എന്ത് പറഞ്ഞാണ് നമ്മൾക്ക് മനസ്സിലാക്കിക്കേണ്ടത്, ഇവൾക്കിപ്പോൾ എല്ലാം മനസ്സിലായി കഴിഞ്ഞു, എന്നിട്ടും ഇവളെന്തിനാണ് ഇങ്ങനെ ഒരു ബുദ്ധിയില്ലാത്ത പോലെയോ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമില്ലാത്ത ആൾക്കാർ പെരുമാറുന്ന പോലെയോ ഒക്കെ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, ഇവൾക്ക് ചിന്തിക്കാവുന്നതല്ലേ ബാലചന്ദ്രൻ്റെ മനസ്സ് എന്താണെന്ന്, ഇനിയിപ്പോൾ നമ്മൾ എന്താ ഇതിലിപ്പോൾ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ശിവേട്ടൻ പറയുന്നുണ്ട്, എൻ്റെ പൊന്ന് ഗംഗേട്ട, ഞാൻ എന്തായാലും വരുന്നില്ല, വെറുതെ ആ ബാലചന്ദ്രൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കാനായിട്ട് എനിക്ക് വയ്യ, അത് എല്ലാം കേട്ട് അവിടെ വന്ന് നാണം കെടാൻ എന്ന് പറയുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പോൾ നാട്ടിലുള്ള സ്ഥിതിക്ക് വരാതിരിക്കാൻ കഴിയില്ല, കാരണം അയാൾ വിളിച്ചിരിക്കുന്നത് നമ്മളോട് നമ്മളും കൂടി ചെയ്തു വെച്ച എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ എന്ന രീതിയിലാണ്, എന്നോട് അങ്ങനെയാണ് പറഞ്ഞത്, അപ്പോൾ നാളെ രാവിലെ തന്നെ ഞാൻ വരും, അപ്പോൾ നമുക്ക് മൂന്നാക്കും കൂടി ബാലചന്ദ്രൻ്റെ വീട്ടിലേക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഗംഗേട്ടൻ കോള് കട്ട് ചെയ്യുന്നുണ്ട്. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ഗംഗേട്ടൻ തറവാട് വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. അപ്പോൾ തറവാട്ട് വീട്ടിലെത്തുമ്പോൾ തന്നെ ഗംഗേട്ടനോട് കമല കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്താ ഗംഗേട്ടൻ പെട്ടെന്ന് ആരോടും പറഞ്ഞൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ കമലയോട് ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ ആരോട് പറഞ്ഞില്ലെന്നാണ് പറയുന്നത്, ഞാൻ ഇന്നലെ ശിവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നല്ലോ ഞാൻ വരുന്നുണ്ടെന്ന്, അപ്പോൾ എന്തേ ശിവൻ നിന്നോടൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, ഇല്ല എന്നോടൊന്നും പറഞ്ഞില്ല, എന്താ ഗംഗേട്ടാ, എന്താ അത്യാവശ്യം? ഓ അത്യാവശ്യമൊന്നുമില്ല, വരണ്ട ഒരു ചെറിയൊരു കാര്യം ഉണ്ടായി അത്ര തന്നെ. അല്ല എന്താന്ന് പറയേ. അപ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, അത് നമ്മുടെ ബാലചന്ദ്രൻ ഞങ്ങളോട് അത്യാവശ്യമായിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ ബാലചന്ദ്രനെ കാണാനായിട്ട് പോവുകയാണ്, അപ്പോൾ ഞങ്ങൾ മൂന്നാളെയും കാണണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുകയാണ്.
ഇത് കേൾക്കുന്ന കമല ചോദിക്കുന്നുണ്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ വിളിച്ചിങ്ങനെ കാണാൻ മാത്രം ഇപ്പം എന്താ അവിടെ കഴിഞ്ഞില്ലേ അവിടുത്തെ പരാതിയും പ്രശ്നങ്ങളൊന്നും എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇതുവരെയുമായിട്ടും എന്താ പറയുക, കമലയ്ക്ക് കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ, അലീനയെക്കുറിച്ചുള്ള കാര്യങ്ങളൊന്നും. അപ്പോൾ അതൊന്നും മനസ്സിലാവാതെ തന്നെ പറയുന്നുണ്ട്, അല്ല ഗംഗേട്ടാ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും എന്തിനാ ഈ ബാലചന്ദ്രൻ ഇങ്ങനെ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്, ഇയാൾക്കിതൊരു നാണമില്ലേ എന്നൊക്കെ പറയാണ്. ഇത് കേൾക്കുമ്പോൾ ശിവേട്ടന് വല്ലാത്ത ദേഷ്യം തോന്നുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുകയാണ്, നിനക്ക് എന്താണ് കമലെ, നിനക്ക് നിൻ്റെ കാര്യം നോക്കിയാൽ പോരെ, ഇതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഗംഗേട്ടൻ വിളിച്ച കാര്യമൊന്നും ഞാൻ നിന്നോട് പറയാതിരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് നിൻ്റെ ഇത്രയും പ്രശ്നങ്ങൾ നിൻ്റെ കുടുംബത്തുണ്ടായിട്ട് ആരെങ്കിലും അതെല്ലാം അന്വേഷിക്കാൻ വരുന്നുണ്ടോ? നീ നിൻ്റെ കാര്യം നോക്ക്, നീ പോയിട്ട് നിൻ്റെ മോൻ എങ്ങനെയെങ്കിലും പുറത്തിറങ്ങാനായിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരണേ ദൈവമേ എന്ന് പ്രാർത്ഥിക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശിവേട്ടൻ കമലയെ കളിയാക്കുന്നുണ്ട്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്തിനെങ്ങനെ ദേഷ്യം വരുന്നത്, ഞാൻ കാര്യമല്ലേ ചോദിച്ചുള്ളൂ, അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും ഈ ബാലചന്ദ്രൻ എന്തിനാ ഇത്രയും ദൂരെ കിടക്കുന്ന ഗംഗേട്ടനെ പോലും വിളിച്ചു വരുത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നെ കമല ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് കുറ്റം പറയുന്നത് അലീനയെ ആയിരിക്കുമല്ലോ. അപ്പോൾ പഴയതുപോലെ തന്നെ വീണ്ടും ഇങ്ങനെ പറയുകയാണ്, അല്ലെങ്കിൽ തന്നെ അവിടെ ആ കുരുത്തം കേട്ട ഒരു പിഴച്ച സന്തതി വന്നതിന് ശേഷം ആ കുടുംബത്തൊരു സമാധാനം എന്ന് പറയണതില്ലാതെ, ആ കുടുംബത്ത് മാത്രമാണോ, ആ കുടുംബവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നിടത്തെല്ലാം ഈ വീട്ടിലാണ് അവളുടെ ആ കാല് വന്ന് പതിച്ചത്. അതേപോലെ തന്നെ കണ്ടില്ലേ, എത്ര മനോഹരമായിട്ട് പോയിരുന്നൊരു കുടുംബമാണ്. ഇപ്പോൾ ഒരു സന്തോഷവും ഇല്ല, സമാധാനവും ഇല്ല, വല്ലാത്തൊരവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. എല്ലാത്തിനും കാരണം അവളാണ്, ആ പിഴച്ചവളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ട് ഗംഗേട്ടനും ശിവനും ദേഷ്യം വരുന്നുണ്ട്. രാജീവൻ അപ്പോൾ ആ സമയത്ത് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ശിവേട്ടൻ ഗംഗേട്ടനോട് ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് ഗംഗേട്ട, ഇവളുടെ ഈ വായ അടക്കാനായിട്ടെങ്കിലും അവിടെ എന്താണ് നടക്കുന്നതെന്ന് ഇവളോടൊന്ന് തുറന്ന് പറയേ എന്ന് ശിവേട്ടൻ ഇങ്ങനെ ദേഷ്യം വന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഗംഗേട്ടൻ പറയുകയാണ്, കമലെ നീയൊന്ന് നിർത്ത്, നീ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ കിടന്ന് തുള്ളുന്നത്, നിനക്ക് അവിടുത്തെ കാര്യങ്ങൾ വല്ലതും അറിഞ്ഞിട്ടാണോ നീ സംസാരിക്കുന്നത്, ഒന്നില്ലെങ്കിൽ ഒരു മര്യാദപൂർവ്വം ഇത്രയും ദൂരത്തുനിന്ന് കയറി വന്ന എന്നോട് ഒരു മര്യാദപൂർവ്വം നിനക്ക് ചോദിക്കാമല്ലോ, ഗംഗേട്ടൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ, എന്തായാലും ഇരിക്കേ, എന്താണ് ഇത്ര രാവിലെ വരാനുണ്ടായ കാരണം, ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങുന്നതിന് നിനക്ക് മറ്റുള്ളടത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നറിയാൻ വേണ്ടിയിട്ട് മാത്രം നീ ഇങ്ങനെ കിടന്നോരേന്ന് ചോദിക്കുന്നതാണ്. അല്ലാതെ ഒരു മനസാക്ഷി എന്ന് പറയുന്ന സാധനം നിനക്കുണ്ടോ കമല എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, എന്നോട് എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ടാ? അപ്പോൾ ശിവൻ ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിലും നീ എന്താണ് കമല ചെയ്യുന്നത്, നീ അല്ലെങ്കിൽ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അതുതന്നെയാണല്ലോ ഏറ്റവും വലിയ പ്രശ്നം. നീ ഇപ്പോൾ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ അലീനയെ കുറ്റം പറയുന്നതിൻ്റെ കാരണം ഒന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, നിങ്ങൾക്കൊന്ന് ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ, അവൾ ഈ വീട്ടിൽ വന്ന് കയറിയതിന് ശേഷം ഈ കുടുംബം ആ കുടുംബം ഒക്കെ ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്. എങ്കിലേ നീ ഒരു കാര്യം കൂടി കേട്ടോ, ഈ കുടുംബത്തിൽ കയറി വരേണ്ട പെൺകുട്ടി തന്നെയാണ് ഇവിടെ കയറി വന്നത്. അതെന്ത് വർത്താനാണ് ശിവേട്ടാ പറയുന്നത്, നിങ്ങൾ എന്തർത്ഥം വെച്ചിട്ടാണ് ആ പറഞ്ഞത്, എൻ്റെ മോനുദ്ദേശിച്ചിട്ടാണോ? എടി, നിൻ്റെ മോനൊന്നും ഇവിടെ ആരും ഉദ്ദേശിച്ചിട്ടില്ല, ഞാൻ പറഞ്ഞതേ അവൾ ഈ വീട്ടിലെ കുട്ടിയാണെന്നാ. അവൾ ഈ വീട്ടിലെ കുട്ടിയാണെന്നോ? നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നത്? വേണ്ടാത്ത വല്ല വർത്താനാണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ പിന്നെ ഈ കമലയെ ഇവിടെ നിൽക്കുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിക്കണ്ടാട്ടാ എന്നൊക്കെ പറഞ്ഞ് കമലിങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ കമലയോട് ശിവേട്ടൻ കൈ ഓങ്ങിക്കൊണ്ട് തല്ലാനായിട്ട് കൈ പൊക്കിക്കൊണ്ട് അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നിനക്ക് ഈ കൈ കൊണ്ട് രണ്ടെണ്ണം കിട്ടാത്തതിൻ്റെ എല്ലാ കുറവും നിനക്കുണ്ടെന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഗംഗേട്ടൻ പറയുന്നുണ്ട്, ശിവ അല്ലെങ്കിൽ തന്നെ ഒരു മനസ്സമാധാനം ഇല്ലാണ്ട് നിൽക്കുകയാണ്, നീ ഒന്ന് നിർത്തുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കമല പറയുന്നുണ്ട്, അതെങ്ങനെയാ ഇനി നിർത്തുന്നത്, പറഞ്ഞു വന്ന കാര്യം ഇനി മുഴുവിപ്പിച്ചിട്ട് തന്നെ ഇവിടെ തീർത്താൽ മതി. വൈജയുടെ വീട്ടിൽ പ്രശ്നം തീർക്കാൻ വന്നിട്ട് ഇപ്പം ഇവിടെയാണല്ലോ പ്രശ്നങ്ങൾ. ആരാ ഗംഗേട്ട അവള്, ഈ വീട്ടിലെ ആരാ അവള്, ഒന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ തന്നെ മറച്ചു വെച്ചിട്ട് എന്ത് കാര്യം, ഇപ്പം ഏകദേശം നീ മാത്രവും
പിന്നെ ജയിലിൽ കിടക്കുന്ന നിൻ്റെ മകനും മാത്രമേ ഇതൊക്കെ അറിയാത്തതായിട്ടുള്ളൂ. പിന്നെ അവിടെ കിടന്നായ തുള്ളുന്ന ആ പെൺകുട്ടി ബബിതയും. അല്ലെങ്കിലും ഇപ്പോൾ ബാക്കി എല്ലാവരും ഇത് അറിഞ്ഞു കഴിഞ്ഞു. എന്തറിഞ്ഞു എന്ന് കമലയ്ക്കിപ്പോൾ വല്ലാത്ത ടെൻഷൻ തോന്നാണ് കേട്ടോ. കമലയുടെ ഉള്ളിൽ കമല സ്വയം ചിന്തിക്കുന്നത് ഇനി ശിവേട്ടൻ്റെ മകളാണെന്നാണോ ഇവർ പറഞ്ഞു വരുന്നതെന്നൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ ആദ്യം പിടിച്ച് ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇവരെ രണ്ടാളെയും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ ശിവേട്ടൻ തന്നെ പറയുന്നുണ്ട്, അവൾ വൈജയുടെ മകളാടി. വൈജയുടെ മകളോ? അപ്പോൾ ഒരു ചെറിയൊരു സമാധാനത്തോടും എന്നാൽ അതിലേറെ ഒരു വല്ലാത്തൊരു ടെൻഷനോടും കൂടി ഇങ്ങനെ ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് വൈജയുടെ മകളാവുന്നത്? വൈജയ്ക്ക് മക്കൾ 3 അത് വൈജയുടെ കൂടെ തന്നെ ഉണ്ടല്ലോ ഇപ്പോൾ. എങ്ങാണ്ടോ കിടന്നിരുന്ന ഒരു പെണ്ണിനെ പോയി ബാലചന്ദ്രൻ കൂട്ടിക്കൊണ്ട് വന്നിട്ട്, ആഹാ, അല്ലെങ്കിൽ തന്നെ ഇപ്പോൾ വൈജയുടെ മകളെ ബാലചന്ദ്രനാണോ കൂട്ടിക്കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് സഹോദരങ്ങൾക്കൊക്കെ എന്താ മൊത്തത്തിൽ വട്ടായോ? എന്തൊക്കെയാണ് എന്നോട് ഈ പറയുന്നതെന്ന് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ സഹോദരിയെ കുറിച്ചിട്ട് തന്നെയാണ് നിങ്ങൾ ഈ കിടന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എടി, ഞങ്ങൾ പറയുന്നത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാനുള്ള മനസമാധാനം നീ കാണിക്ക്. വെറുതെ കിടന്നിങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. എടി, വൈജയുടെ മകളാണെന്ന് പറഞ്ഞതേ അതങ്ങനെ തന്നെ ആയതുകൊണ്ടാണ്, അല്ലാതെ ഞങ്ങളായിട്ട് ഉണ്ടാക്കി പറയുന്നതൊന്നുമല്ല. ശിവേട്ട, അത് എങ്ങനെയാണെന്നാ എടി അതാ പറഞ്ഞത്, അവളുടെ കല്യാണത്തിന് മുമ്പ് അവളുടെ പഠിപ്പൊക്കെ കഴിഞ്ഞിട്ട് ഇവരെ കൂടെ ആഗ്രയിലായിരുന്നില്ലേ? ഉവ്വ, ആ കഥയൊക്കെ എനിക്കറിയാം. ഇവള് ആഗ്രയിൽ പോയതും അവിടെ നിന്ന് വന്നിട്ടാണ് കല്യാണം നടത്തിയതെന്നൊക്കെ. ആ, കല്യാണം നടത്തി. അവൾ ആഗ്രയിൽ നിന്ന് വരുമ്പോൾ അവൾ പ്രഗ്നൻ്റ് ആയിരുന്നു കമലേ. എൻ്റെ ദൈവമേ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്നിട്ടെന്താ? അവസാനിപ്പിക്കാനോ ഒന്നും ചെയ്യാത്ത ഒരവസ്ഥയിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിയോട് പിന്നെ അതിൽ കൂടുതൽ ഇപ്പം എന്താ ചെയ്യാൻ പറ്റുക? അങ്ങനെ അവൾ ആ കുഞ്ഞിന് ജന്മം നൽകി. എന്നിട്ടെന്ത്? ആ കുഞ്ഞിനെ അച്ഛൻ കൊണ്ടുപോയിട്ട് ആ ബ്രിജിത മമ്മി എന്ന് പറയുന്ന അവരുടെ ഓർഫനേജിൽ കൊണ്ടുപോയി ആക്കി. കമലയോട് ഇത്രയും കാലം പറഞ്ഞു, കമലെ, നിൻ്റെ ആ കുഞ്ഞ് മരിച്ചു പോയെന്ന്. അന്നാ പറഞ്ഞ നുണ പിന്നീട് അത് ഒരുപാട് കാലം തുടർന്നു. വൈജയിൽ മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ പണ്ടേ ബാലചന്ദ്രൻ ഇവളെ വളരെ ഇഷ്ടമായിരുന്നു. ബാലചന്ദ്രൻ പണ്ട് കല്യാണം ആലോചിച്ച് ഇവിടെ വരികയും ചെയ്തിട്ടുള്ള ഒരാളാണല്ലോ. അതേപോലെ തന്നെ ബാലചന്ദ്രൻ ഗൾഫിലൊക്കെ പോയി ആള് വളരെ സമ്പാദിച്ച് നല്ലൊരു സമ്പന്നനായൊരു വ്യക്തിയായി തിരിച്ചു വന്ന് വീണ്ടും കമലയെ കല്യാണം ആലോചിച്ചു. അപ്പോൾ പിന്നെ നമ്മുടെ കുടുംബ പാരമ്പര്യത്തിനൊത്തൊരാളെ കിട്ടി. പിന്നെ കാര്യങ്ങളെല്ലാം അന്നൊന്നും ആരും അയാളോട് തുറന്ന് പറയാനുള്ള മനസ്സൊന്നും കാണിച്ചില്ല. അതാണിപ്പോൾ ഏറ്റവും വലിയ തെറ്റ് നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചത്. അന്ന് അയാളോടെല്ലാം തുറന്ന് പറഞ്ഞിട്ട് കമലയെ വൈജയെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു എങ്കിൽ നമുക്ക് ഈ ടെൻഷനൊന്നും ഉണ്ടാവില്ലായിരുന്നു. കാരണം അവൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിയെന്ന് പറഞ്ഞിരുന്നുവെങ്കിലും എനിക്ക് തോന്നുന്നത് ബാലചന്ദ്രൻ അവളെ അംഗീകരിക്കുമായിരുന്നു എന്നാണ്. കാരണം അത്രയ്ക്ക് ഇഷ്ടമാണ് അയാൾക്ക് അവളെ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ഒരു വാലും തുമ്പും കിട്ടാത്ത രീതിയിൽ കമല ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് കമലയുടെ കുഞ്ഞ് തന്നെയാണെന്നാണ് അല്ലേ? അപ്പോൾ ഇപ്പോൾ ഇതെല്ലാം ബാലചന്ദ്രൻ അറിഞ്ഞിട്ടാണോ നിങ്ങളെ വിളിച്ചു വരുത്തുന്നത്? എൻ്റെ പൊന്ന് കമലേ, ഇതൊക്കെ ബാലചന്ദ്രൻ മുന്നേ അറിഞ്ഞതാ. ഇവിടെ ഇപ്പോൾ എല്ലാവരും അറിഞ്ഞതാ. അമ്മയ്ക്കും മനുവിനും എല്ലാവർക്കും അറിയാം. നിനക്കും ബബിതയ്ക്കും മാത്രമാണ് ഇപ്പോൾ ഇതെല്ലാം അറിയാത്തത്. ഇപ്പോൾ വേറെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവൾക്ക് വൈജയ്ക്ക് ഈ മകളെ വേണമെന്ന് പറഞ്ഞ് വല്ലാത്ത വാശിയിലാണ്. അപ്പോൾ നീ അറിഞ്ഞോ ഇല്ലയോ എന്നറിയില്ല, നമ്മുടെ ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്നും മാറ്റിയിരിക്കുകയാണ്. അവളെ അവളുടെ അച്ഛൻ്റെ വീട്ടിലേക്ക് ബാലചന്ദ്രൻ അയാളുടെ ഒപ്പം അവളെ പറഞ്ഞു വിട്ടു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി ഇപ്പോൾ അലീന 23 വർഷങ്ങൾക്ക് മുമ്പ് പ്രസവിച്ച് ഉപേക്ഷിച്ച മകളാണെന്നും സ്റ്റാൻലി എന്ന് പറയുന്ന ആൾ അവളെ വന്ന് കൊണ്ടുപോയതോടുകൂടി വൈജയ്ക്കും കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കുകയാണ്. അതിന് വൈജയുടെ വക ഒരുപാട് പ്രശ്നങ്ങൾ അത് വേറെ ഉണ്ടായി. പിന്നെ ഇപ്പോൾ രോഹിത്തും കൃഷ്ണമോൾക്ക് ആദ്യമേ എല്ലാം അറിയാമായിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ
അലീനയെ വൈജയ്ക്ക് വേണം തൻ്റെ മകളായിട്ട് തന്നെ. വേറെ ആരും കൂടെ ഇല്ലെങ്കിലും ഇനി അലീന വേണമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ വൈജയുടെ അടുത്ത പ്രശ്നം. അതിന് അവളിപ്പോൾ കോടതിയിൽ സമീപിക്കാൻ വേണ്ടിയിട്ട് ഒരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. വക്കീൽ വേറെ ആരുമല്ല, നീ അറിയും, നമ്മുടെ സുരേന്ദ്രനാണ്. അപ്പോൾ അവൻ വിളിച്ചിപ്പോൾ ഗംഗേട്ടനോടും ബാലചന്ദ്രനോടുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അയാളും അറിഞ്ഞു, അപ്പോൾ എല്ലാവരും അറിഞ്ഞു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അത് ശരി, ഇപ്പം അറിയാനുണ്ടായത് ഞാൻ മാത്രം. അത് കൊള്ളാം. അല്ലെങ്കിൽ തന്നെ ഇപ്പം നീ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്ത് കാര്യമുണ്ട്? നിനക്കിതെല്ലാം പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റുമോ? ഉള്ള പ്രശ്നം കൂട്ടാനല്ലാണ്ട് നിന്നെക്കൊണ്ടൊക്കെ എന്തെങ്കിലും തീർക്കാൻ പറ്റുമോ? ശിവേട്ടൻ വളരെ പുച്ഛഭാവത്തോടു കൂടി കമലയെ നോക്കി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ശിവേട്ടനെയും നോക്കുന്നുണ്ട്. അപ്പോൾ കമല വീണ്ടും ചോദിക്കുകയാണ്, അപ്പോൾ ഇതെല്ലാം മനുവിനും അറിയായിരുന്നു അല്ലേ? അല്ല, അപ്പോൾ ഇതൊക്കെ അറിഞ്ഞിട്ട് തന്നെയാണോ അവിടെ നിന്നും ബാലചന്ദ്രനും മനുവും കൂടി അവളെയും കൂടി കെട്ടിയെടുക്കാൻ പോയത്? അങ്ങനെയൊന്നുമല്ല. പിന്നീട് ബാലചന്ദ്രൻ എങ്ങനെയൊക്കെയോ കണ്ടുപിടിച്ചു. അതിനുശേഷം മനുവിനോട് പറഞ്ഞു. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഞങ്ങൾ അറിഞ്ഞത്, നീയൊക്കെ പലപ്പോഴും ചോദിച്ചില്ലേ അലീനയെ തട്ടിക്കൊണ്ടു പോയതിന് ശേഷം ഞങ്ങൾക്ക് ബാലചന്ദ്രനെ പേടിയായിട്ടാണോ ഇങ്ങനെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത്, അതാണോ ഇതാണോ എന്നൊക്കെ. വേറെ ഒന്നുമല്ല, ഇത് മാത്രമായിരുന്നു സംഭവം. കാരണം ഞങ്ങളുടെ സഹോദരി വൈജയുടെ ആദ്യത്തെ മകളാണ് അലീന എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എങ്ങനെയാണ് അവളെ കൊല്ലാനും തട്ടിക്കൊണ്ടുപോകാനൊക്കെ പറ്റുന്നത്? നിന്നോടൊക്കെ അത് തുറന്നു പറയാനും ഞങ്ങൾക്ക് കഴിയില്ലായിരുന്നു. ഇതെല്ലാം കൂടിയും കേട്ടിട്ട് കമലയ്ക്ക് ആകെ ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, അപ്പം ഇനി അലീന തിരിച്ചു വരില്ലേ? അവളുടെ അച്ഛൻ്റെ കൂടെ തന്നെ അവിടെ നിൽക്കാൻ തീരുമാനിച്ചോ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ബാലചന്ദ്രൻ്റെ തീരുമാനമാണ് അതെല്ലാം. ബാലചന്ദ്രൻ ഇനി എന്താണ് പുതിയതായിട്ട് തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഒരു പിടിയും കിട്ടാതെയാണ് ഗംഗേട്ടൻ വന്നിരിക്കുന്നതും. ഞാനും ഗംഗേട്ടനും ഇപ്പോൾ രാജീവനും കൂടി ഇവിടെ വരും. ഞങ്ങൾ മൂന്നാളും കൂടി അങ്ങോട്ട് പോകാൻ പോകുന്നത്. ഇനി അവിടെ ചെന്ന് ബാലചന്ദ്രൻ്റെ നാവിൽ നിന്ന് എന്തൊക്കെ കേൾക്കുമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഈ വൈജയ്ക്കാണെങ്കിൽ ഒരു തരി ബോധവുമില്ല. അപ്പോൾ കമല പറയുന്നുണ്ട്, ബോധം മാത്രമോ? എന്തായിരുന്നു മേപ്പോട്ടും കീപ്പോട്ടും കിടന്നുള്ള ചാടൽ. ബാലചന്ദ്രൻ, അയാളെ പൂവിട്ട് പൂജിക്കണം. നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ പെങ്ങൾക്ക് വന്ന തെറ്റ് ഞങ്ങൾക്ക് ആർക്കെങ്കിലും ആയിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെയൊക്കെ ഞങ്ങളിപ്പോൾ ഇട്ട് ചാടിച്ചേനേന്ന്. അല്ലെങ്കിൽ തന്നെ എപ്പോൾ നോക്കിയാലും എൻ്റെ തറവാട്ടുകാരെ കുറ്റം പറയലല്ലേ നിങ്ങൾക്ക്. ഇപ്പം എന്ത് വന്ന്? അത് ശരി. അല്ല ഗംഗേട്ടാ, ഇതെല്ലാം മാലതിയടത്തേക്ക് അപ്പോൾ ആദ്യമേ അറിയായിരുന്നു അല്ലേ? നിങ്ങളുടെ അടുത്ത് വന്ന് നിന്നപ്പോഴായിരുന്നല്ലോ പ്രശ്നങ്ങൾ. മാലതിയടത്തേക്ക് ആദ്യമേ എല്ലാ കാര്യങ്ങളും അറിയാം. അതെന്തായാലും നിന്നെപ്പോലെയല്ല മാലതിയടത്തിന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായില്ലേ? മാലതിയടത്തി എപ്പോഴെങ്കിലും നിങ്ങളോട് ആരോടെങ്കിലും ഇത് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മാലതിയടത്തിയുടെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിലോ? ശിവൻ വീണ്ടും കമലയെ പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. ശരിയാണല്ലേ, മാലതിയടത്തിയുടെ സ്ഥാനത്ത് കമലയായിരുന്നുവെങ്കിൽ ഇപ്പം എന്തൊക്കെ അവിടെ സംഭവിച്ചു തീർന്നേനെ. എല്ലാവരും ആദ്യമേ കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞേനെ. ഇപ്പം ഇത്രയും കാര്യങ്ങൾ കേട്ടല്ലോ. ഇനിയെങ്കിലും പോയിട്ട് ആ ചായ പലഹാരങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുത്ത് കൊടുക്കാൻ പറ്റുമോ? ഗംഗേട്ടൻ ഇത്രയും ദൂരം യാത്ര ചെയ്ത് വരികയാണ്, വല്ല ചിന്തയുണ്ടോ നിനക്ക് എന്ന് ചോദിക്കുമ്പോഴേക്കും ഗംഗേട്ടൻ പറയുന്നുണ്ട്, ഞാൻ പുറത്തു നിന്നും കഴിച്ചിട്ടാണ് ശിവ വന്നത്. നീ എന്തായാലും ഇവിടെ വന്നിരിക്കേ, രാജീവനും കൂടി വന്നിട്ട് നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് ഇറങ്ങാം എന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ സോഫയിൽ ഇരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് കമല, ഞാൻ പോയി എന്നാൽ നിങ്ങൾക്ക് കുടിക്കാനായിട്ട് കാപ്പി എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കിച്ചണിലേക്ക് നടക്കുകയാണ്. കിച്ചണിലേക്ക് നടക്കുന്ന സമയത്ത് കമല ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയായിരുന്നു വൈജയുടെ ഒരു സാമർഥ്യം. എപ്പോൾ നോക്കിയാലും പിഴച്ച തള്ളയുടെ മകളെന്ന് പറഞ്ഞിട്ട് ആ അലീനനിട്ട് പീഡിപ്പിച്ചിരുന്നതിന് ഒരു കയ്യും കണക്കുമില്ല. ഇപ്പോൾ പറഞ്ഞതെല്ലാം റിട്ടേൺ അടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്നിട്ടും ഒരു തരി പോലും ഒതുക്കം സംഭവിച്ചിട്ടില്ല. വല്ലാത്ത ധൈര്യം തന്നെ. കിച്ചണിൽ നിന്ന് കോഫി തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് കമലയ്ക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടാവുന്നത്. എന്തായാലും ഞാനിതറിഞ്ഞു എന്ന് വൈജയെ ഒന്ന് അറിയിക്കണം. അവൾക്കേ വല്ലാത്തൊരഹങ്കാരമായിരുന്നു എൻ്റെ അടുത്ത്. എന്തായിരുന്നു അവളുടെ ഗമ. പെട്ടെന്ന് തന്നെ ഇത് പറഞ്ഞുകൊണ്ട് കമല ഫോൺ എടുത്ത് വൈജയ്ക്ക് കോള് ഡയൽ ചെയ്യാണ് കേട്ടോ.
മറുവശത്ത് വൈജ കോൾ എടുക്കുമ്പോൾ തന്നെ കമല ചോദിക്കുന്നുണ്ട്, എന്താണ് വൈജേ, അവിടെ സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അതെന്താ ഏടത്തി ഇപ്പോൾ കാലത്ത് തന്നെ വിളിച്ചിട്ട് എല്ലാവരുടെയും സുഖാന്വേഷണം? ഏയ് ഒന്നുമില്ല. എന്തായി നിങ്ങളുടെ അവിടുത്തെ ആ പഴയ വേലക്കാരി അലീനയുടെ വിശേഷങ്ങളെല്ലാം? അവൾ അവിടെ നിന്ന് പോയി എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. അവൾ പോയിട്ടൊന്നുമില്ല. അവൾ കുറച്ച് ദിവസത്തേക്ക് ഇവിടെ നിന്നൊന്ന് മാറി നിന്നതാണ്. അവൾ അധികം വൈകാതെ തന്നെ വരും. എന്താ ഏടത്തി പെട്ടെന്ന് അലീനയെ വിളിച്ചൊരു അന്വേഷണം? ഒന്നുമില്ല വൈജേ, കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞപ്പോഴേ സത്യമാണോ എന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഏടത്തിപ്പം എന്താ അറിഞ്ഞത്? വൈജയും തീരെ വിട്ടു കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ വൈജയ്ക്ക് കോള് വന്നപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞിട്ട് എന്നെ വിളിക്കുകയാണെന്ന്. ഏടത്തി അറിഞ്ഞത് ശരിയാണോ സത്യമാണോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ കാര്യം ചോദിച്ചോളൂ എന്ന് പറയുമ്പോൾ കമല ചോദിക്കുന്നുണ്ട്, വീട്ടിൽ കയറി വന്ന വേലക്കാരി? അല്ല, അങ്ങനെയല്ല, നിൻ്റെ ഭാഷയിൽ പിഴച്ച അമ്മയ്ക്ക് പിറന്ന ഒരു മകളെന്നല്ലേ നീ പറയാറ്? അങ്ങനെയുള്ള അവൾ നിൻ്റെ മകളാണെന്നാണല്ലോ ഇപ്പം പറയുന്നത്. അത് കേട്ടപ്പോൾ വൈജയ്ക്ക് പെട്ടെന്നൊരു ഷോക്ക് തോന്നുകയാണ്. കാരണം താൻ പറഞ്ഞ ഓരോ വാക്കും തനിക്ക് തന്നെ തിരിച്ചടിക്കുകയാണല്ലോ എന്ന് തോന്നിപ്പോവുകയാണ്. എങ്കിലും വൈജയും തീരെ വിട്ടുകൊടുക്കാതെ തന്നെ പറയുന്നുണ്ട്, അതെ, എൻ്റെ മകൾ തന്നെയാണ്. ഇപ്പോൾ കമലേടത്തി അങ്ങനെയായൊരു വാക്ക് പറഞ്ഞപ്പോഴും എൻ്റെ ഉള്ളിൽ വല്ലാത്ത സ്നേഹവും സന്തോഷവും തോന്നുന്നുണ്ട് കമലേടത്തി. കാരണം ഇപ്പോൾ ആരും എനിക്ക് അംഗീകരിച്ച് തരുന്നില്ല. ആയൊരു അവകാശം നേടിയെടുക്കാനുള്ള ഓട്ടത്തിലാണ് ഏടത്തി ഞാൻ എന്ന് പറയുമ്പോൾ കമലയ്ക്കും വൈജയുടെ സംസാരം കേട്ട് വല്ലാത്തൊരു അതിശയം തോന്നുകയാണ്. കാരണം ഇത്രയൊക്കെ ആയിട്ടും അവളുടെ അഹങ്കാരത്തിനോ ഒന്നിനും ഒരു കുറവും സംഭവിച്ചിട്ടില്ലല്ലോ എന്ന് കമലയ്ക്കും തോന്നുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, അത് നീ പേടിക്കണ്ട വൈജേ, എല്ലാത്തിനും ഒരവസാനം ഇന്നുണ്ടാവും എന്നാണ് ഇവിടെ പറഞ്ഞു കേട്ടത്. അതെന്താ ഏടത്തി അങ്ങനെ ഒരു സംസാരം? അതെ, നിൻ്റെ സഹോദരന്മാർ 3 ആളും ഇവിടെ വന്ന് വട്ടമേശം നടത്തുന്നുണ്ട്. നിൻ്റെ ഭർത്താവ് വിളിച്ചു വരുത്തിയിട്ട് ഇതിങ്ങനെ പോയാൽ പറ്റില്ലെന്നും ഇതിനൊരവസാനം കാണണമെന്നും. അതാണ് പുതിയ തീരുമാനം നിൻ്റെ ഭർത്താവിൻ്റെ. ആര്, ബാലചന്ദ്രനോ? അതെ, അതാണല്ലോ നിൻ്റെ ഭർത്താവ്. അങ്ങനെയൊക്കെ ആയിരുന്നു ഞാനും വിശ്വസിച്ചിരുന്നത്. ഇപ്പം കഥകളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് കമല കോള് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കമല ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ട് വൈജയ്ക്ക് ഇനി എന്താണാവോ അടുത്തൊരു പ്രശ്നമെന്ന് ഞാൻ ആലോചിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ വിളിച്ചു വരുത്തിയതാണ്, ഇതിനൊരവസാനം ഉണ്ടാവണം എന്നാണല്ലോ പറയുന്നത് എന്നാലോചിച്ചപ്പോൾ വൈജയ്ക്ക് ഒരു സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ബാലചന്ദ്രൻ തന്നെ എന്തെങ്കിലും ഒരു തീരുമാനം കണ്ടിട്ടുണ്ടാകും. താൻ വക്കീലിനെ കണ്ടതെല്ലാം അവരെല്ലാവരും അറിഞ്ഞിരിക്കുന്നു എന്നെല്ലാം വൈജയ്ക്കും മനസ്സിലാവുകയാണ്. ഇതിൻ്റെ ബാക്കി വീഡിയോയുമായി ഉടൻ തന്നെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും മറക്കരുതേ.